ഒരു ദിവസത്തെ ആത്മാർത്ഥത കൊണ്ട് ജീവിതകാലത്തെ മുഴുവൻ തെറ്റുകളും മായ്ക്കപ്പെടുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേൾക്കണം. മക്ക വിജയത്തിൻ്റെ തൊട്ടു മുമ്പ് ശത്രുക്കൾക്ക് രഹസ്യങ്ങൾ വിവരിക്കുന്ന ഒരു കത്ത് ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു അയച്ചിരുന്നു. ആ കത്ത് പിടിക്കപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഠിന ദേശത്തോടെ നബി തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ആ മുനാഫിക്കിൻ്റെ കഴുത്തെറുക്കാൻ എനിക്ക് നിങ്ങൾ അനുമതി തരണമെന്ന്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു വിറയ്ക്കുന്ന ശബ്ദത്തോടെ നബി തങ്ങളോട് പറഞ്ഞു, മുത്തുനബിയെ, ഞാൻ ഇസ്ലാം കൈവിട്ടവനല്ല, പക്ഷേ മക്കയിലെ എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകാൻ അവിടെ മതിയായ ബന്ധുബലമില്ലാത്ത ആളാണ് ഞാൻ. ആ ഒരു സങ്കടത്തിൽ ചെയ്തു പോയതാണ് എന്ന്. ഇത് കേട്ട കാരുണ്യവാനായ നബി തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം സത്യമാണ് നിങ്ങളോട് പറഞ്ഞതെന്ന്. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറെ, ഇദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളല്ലേ? ആ ബദറിലെ പോരാളികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന്? ബദറിൽ പങ്കെടുത്തവരുടെ സകല പാപങ്ങളും പൊറുത്തു, ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ജീവിച്ചോളൂ എന്ന് അള്ളാഹുവിൻ്റെ വാക്കല്ലേ? ബദർ ദിനത്തിൽ ആ പോരാളികളെ നമുക്ക് ഹൃദയം കൊണ്ടോർക്കാം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ച ആ 313 മഹത്തുക്കളുടെ ജീവിതം ഒളിമങ്ങാതെ നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കണം. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ജീവിതം നന്നാക്കി തരട്ടെ, ഈമാൻ ഉറപ്പിച്ചു തരട്ടെ.